നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും മതപരമായ നിധികളുടെയും ഭരണം നിയന്ത്രിക്കുന്ന ഹിന്ദു മത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് HR&CE നിയമങ്ങളുടെ ഭരണഘടനാ സാധുതയെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതി തിങ്കളാഴ്ച പുനരാരംഭിച്ചു. അതത് സംസ്ഥാന ഹൈക്കോടതികളെ സമീപിക്കാൻ ആവശ്യപ്പെട്ട 2025 ഏപ്രിലിലെ ഉത്തരവ് സുപ്രീം കോടതി തിങ്കളാഴ്ച പിൻവലിച്ചു. 2012 അന്തരിച്ച സ്വാമി ദയാനന്ദ സരസ്വതി സമർപ്പിച്ച ഹർജികളും പരിഗണിക്കുമെന്ന് വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ BV നാഗരക്, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് മുൻ നിർദ്ദേശത്തിനെതിരെ സമർപ്പിച്ച പുനഃപരിശോധനാ ഹർജികൾ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെയും മതസ്ഥാപനങ്ങളുടെയും മേലുള്ള സംസ്ഥാന നിയന്ത്രണത്തെ നിയന്ത്രിക്കുന്ന വ്യവസ്ഥകളുടെ സാധുത കോടതി ഇനി പുനഃപരിശോധിക്കുമെന്നാണ് റിപ്പോർട്ട്. 2012 മുതൽ പരിഗണനയിലുള്ള ഈ ഹർജികൾ 1959 തമിഴ്നാട് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട്, 1987 ആന്ധ്രാപ്രദേശ് ചാരിറ്റബിൾ ആൻഡ് ഹിന്ദു മതസ്ഥാപനങ്ങളും എൻഡോവ്മെന്റ്സ് ആക്ട്, 1972 പോണ്ടിച്ചേരി ഹിന്ദു മതസ്ഥാപന നിയമം, 1987 തെലങ്കാന ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ആക്ട് എന്നിവയിലെ ഒന്നിലധികം വ്യവസ്ഥകളെ ചോദ്യം ചെയ്യുന്നു. കമ്മീഷണർമാരുടെ അധികാരങ്ങൾ, എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും ട്രസ്റ്റികളുടെയും നിയമനം, ക്ഷേത്ര അക്കൗണ്ടുകളുടെ ഓഡിറ്റ്, മിച്ച ഫണ്ടുകളുടെ ഉപയോഗം, ക്ഷേത്ര സ്വത്തിന്റെ അന്യാധീനപ്പെടുത്തൽ, ഹിന്ദു മതസ്ഥാപനങ്ങളുടെ മേലുള്ള സംസ്ഥാന മേൽനോട്ടം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് വ്യവസ്ഥകൾ. ഹിന്ദു മതസ്ഥാപനങ്ങൾക്ക് അമിതമായ സംസ്ഥാന നിയന്ത്രണം നൽകുന്നതിലൂടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 19, 25, 26, 31A എന്നിവയുടെ ലംഘനമാണ് ഈ വ്യവസ്ഥകളെന്ന് ഹർജിക്കാർ വാദിച്ചു. തമിഴ്നാട് HR&CE നിയമത്തിൽ വെല്ലുവിളിക്കപ്പെടുന്ന വ്യവസ്ഥകളിൽ കമ്മീഷണർമാരുടെ അധികാരങ്ങളും മതസ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനവും സംബന്ധിച്ച സെക്ഷൻ 23, 24 ക്ഷേത്ര ഫണ്ടുകളുടെ വിനിയോഗം കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ 35, 36 എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെ നിയമനം സംബന്ധിച്ച സെക്ഷൻ 45 ഭരണ ട്രസ്റ്റിമാരെയും അവരെ നീക്കം ചെയ്യുന്നതിനെ കുറിച്ചുള്ള സെക്ഷൻ 47 മുതൽ 53 വരെ സർക്കാരിലേക്കുള്ള വാർഷിക സംഭാവന പേയ്മെന്റുകളായി ബന്ധപ്പെട്ട സെക്ഷൻ 92 ക്ഷേത്ര ഭരണ തീരുമാനങ്ങൾക്കെതിരായ ചില നിയമപരമായ വെല്ലുവിളികളെ തടയുന്ന സെക്ഷൻ 108, 111 ഉൾപ്പെടുന്നു. എൻഡോവ്മെന്റ് വകുപ്പിന് കീഴിലുള്ള കമ്മീഷണർമാരെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരെയും അധികാരപ്പെടുത്തൽ, ട്രസ്റ്റി ബോർഡുകളുടെ നിയമനം, ഗണിതശാസ്ത്രജ്ഞരുടെയും മഠാധിപതികളുടെയും മേലുള്ള അധികാരങ്ങൾ, സംഭാവന വിലയിരുത്തലുകൾ, അന്വേഷണ അധികാരങ്ങൾ എന്നിവയെ ചൊല്ലി ആന്ധ്രാപ്രദേശ് നിയമം വെല്ലുവിളിക്കപ്പെടുന്നു. കമ്മീഷണർമാരുടെ അധികാരങ്ങൾ, ട്രസ്റ്റികളുടെയും എക്സിക്യൂട്ടീവ് ഓഫീസർമാരുടെയും നിയമനം, സാമ്പത്തിക നിയന്ത്രണം, സംഭാവനകൾ, ബജറ്റിംഗ്, മതസ്ഥാപനങ്ങളുടെ ഓഡിറ്റുകൾ എന്നിവ പുതുച്ചേരി നിയമത്തിലെ വ്യവസ്ഥകളിൽ ഉൾപ്പെടുന്നു. പുനഃപരിശോധനാ ഹർജികളിൽ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമങ്ങൾ ഗണ്യമായി വ്യത്യസ്തമാണെന്ന തെറ്റായ അനുമാനത്തിലാണ് മുൻ ഉത്തരവ് മുന്നോട്ടു പോയതെന്നും ഹർജിക്കാർ വാദിച്ചു. അവരുടെ അഭിപ്രായത്തിൽ എല്ലാ നിയമങ്ങളുടെയും ഉത്ഭവം മുൻ മദ്രാസ് ഹിന്ദു മത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ചട്ടക്കൂടിലാണ്. കൂടാതെ എക്സിക്യൂട്ടീവ് ഓഫീസർമാർ, കമ്മീഷണർമാരുടെ അധികാരങ്ങൾ, ക്ഷേത്രപ്രവേശനം, ഓഡിറ്റുകൾ, സംഭാവനകൾ ഈടാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട സമാനമായ വ്യവസ്ഥകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. 13 വർഷത്തിലേറെയായി ഈ നിയമം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും ഈ ഘട്ടത്തിൽ ഒന്നിലധികം ഹൈക്കോടതികളെ സമീപിക്കാൻ നിർദ്ദേശിക്കുന്നത് നിരവധി നടപടിക്രമങ്ങൾക്കും ഗുരുതരമായ ബുദ്ധിമുട്ടുകൾക്കും കാരണമാവുമെന്നും ഹർജിക്കാർ വാദിച്ചു. ഭരണഘടനാ അവകാശങ്ങൾ നടപ്പിലാക്കുന്നതിനായി പൗരന്മാർക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ പ്രാപ്തമാക്കുന്ന ഒരു മൗലിക അവകാശമാണ് ആർട്ടിക്കിൾ 32 എന്നും അവർ വാദിച്ചു. ഷിരൂർ മഠം കേസ് ഉൾപ്പെടെയുള്ള മുൻ ജുഡീഷ്യൽ മുൻവിധികളെ ആശ്രയിച്ചാണ് പുനഃപരിശോധനാ ഹർജികൾ സമർപ്പിച്ചത്. മുൻ HR&CE നിയമങ്ങളിലെ വ്യവസ്ഥകൾ സുപ്രീം കോടതി റദ്ദാക്കുകയും പിന്നീട് ശരിവെക്കുകയും ചെയ്തു. എന്നാൽ സമാനമായ വ്യവസ്ഥകൾ പിന്നീടുള്ള നിയമനിർമ്മാണത്തിലൂടെ പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്ന് ഹർജിക്കാരൻ ആരോപിച്ചു. മതസ്ഥാപനങ്ങളുടെ മേലുള്ള സംസ്ഥാന നിയന്ത്രണത്തിന്റെ വ്യാപ്തി നിർവചിച്ച ഒരു നാഴികക്കല്ലായ സുപ്രീം കോടതി വിധിയാണ് 1954 ഷിരൂർ മഠം കേസ്. ഭരണഘടനയുടെ 25, 26 ആർട്ടിക്കിൾ പ്രകാരം മതവിഭാഗങ്ങൾ അവരുടെ സ്വന്തം ആവശ്യ ആചാരങ്ങൾ നിർണയിക്കാനുള്ള സ്വയംഭരണം ഇത് നൽകി. ശ്രീ മധ്വാചാര്യ സ്ഥാപിച്ച ശ്രീ ഷിരൂർ മഠം കർണാടകയിലെ ഉടുപ്പിയിലുള്ള 8 പ്രമുഖ മഠങ്ങളിൽ ഒന്നാണ്. മഠാധിപതി 1951 മദ്രാസ് ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് നിയമത്തെ വെല്ലുവിളിച്ചു. മഠത്തിന്റെ പണകടങ്ങളും സ്വത്തുക്കളും കൈകാര്യം ചെയ്യുന്നതിന് ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കാൻ ഈ നിയമം സർക്കാരിന് ഇടപെടാൻ അനുവാദം നൽകി. 1954 മാർച്ച് 16 പുറപ്പെടുവിച്ച സുപ്രീം കോടതിയുടെ 7 ജഡ്ജിമാരുടെ ബെഞ്ച് മഠത്തിന് അനുകൂലമായി വിധിച്ചു. നിയമത്തിലെ നിരവധി വകുപ്പുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്നും കണ്ടെത്തി.
2025 ഏപ്രിലിലെ ഉത്തരവ് തിരിച്ചുവിളിക്കാനും നിയമങ്ങൾക്കെതിരായ വെല്ലുവിളി മെറിറ്റുകളുടെ അടിസ്ഥാനത്തിൽ കേൾക്കാനും ബെഞ്ച് തിങ്കളാഴ്ച തീരുമാനിച്ചു. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി എന്നിവിടങ്ങളിലെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ മേലുള്ള സംസ്ഥാന നിയന്ത്രണത്തിനെതിരായ ഹർജി ഇനി സുപ്രീം കോടതി പരിഗണിക്കും. മുതിർന്ന അഭിഭാഷകരായ CS വൈദ്യനാഥൻ, ഗുരു കൃഷ്ണകുമാർ എന്നിവർ ഹർജിക്കാർക്ക് വേണ്ടി അഭിഭാഷകരായ അക്ഷയ് നാഗരാജൻ, സുവിദുട്ട് സുന്ദരം എന്നിവർക്കൊപ്പം ഹാജരായി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.